എല്ലാവർക്കും നമസ്കാരം. +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രാക്ടിക്കൽ പരീക്ഷകൾ 23-ന് ആരംഭിക്കുകയാണ്. ഈ വീഡിയോയിൽ പാർട്ട് ബിയിൽ സ്ഥിരമായി വരുന്ന രണ്ട് ക്വസ്റ്റ്യൻസാണ് പൈ ഡയഗ്രമും ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യനും. അപ്പോൾ അത് രണ്ടുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ ഈ രീതിയിൽ പ്രൊസീജിയർ എഴുതേണ്ടതാണ്. ഇതൊരു പൈ ഡയഗ്രം വരയ്ക്കണേൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതണമെന്നുള്ളത് നോക്കാം. പ്രൊസീജിയർ ആദ്യം തന്നെ സ്റ്റെപ്പ് 1 ഓപ്പൺ ലിബ്രിയോഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യന് തന്നേക്കുന്ന ഡാറ്റാസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് പൈ ചാർട്ട്. പൈ ചാർട്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെലക്ട് ദി ഡാറ്റ റേഞ്ച് A1 മുതൽ G2 വരെയുള്ള റേഞ്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലെ മെനു ബാറിൽ ഇൻസേർട്ടിൽ നിന്ന് ചാർട്ട്, സെലക്ട് പൈ ചാർട്ട്, നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വന്നത്. ഇൻസേർട്ടിൽ പോകുക, ചാർട്ട്, സെലക്ട് പൈ ചാർട്ട്, നെക്സ്റ്റ്. അതിനുശേഷം പിന്നെ വരുന്ന സ്ക്രീനിൽ ഡാറ്റ റേഞ്ച് ആയിരിക്കും. അവിടെയും നമ്മൾ നെക്സ്റ്റ് കൊടുക്കണം. ഡാറ്റ സെൻസ് അവിടെയും നെക്സ്റ്റ് കൊടുക്കുക. സ്റ്റെപ്പ് 5 ചാർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ വരും. അവിടെ ചാർട്ടിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ക്വസ്റ്റ്യൻ്റെ ഹെഡിങ്ങിൽ തന്നേക്കുന്ന പേര് എന്താണോ അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഫിനിഷ് ബട്ടൺ. ഈ രീതിയിലാണ് പൈ ചാർട്ടിൻ്റെ പ്രൊസീജിയർ എഴുതേണ്ടത്. നെക്സ്റ്റ് ഒരു ഡിപ്രീസിയേഷൻ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെ എഴുതണമെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് 1 ഓപ്പൺ ലിബ്രിയോഫീസ് കാൽക്ക്, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രിയോഫീസ് കാൽക്ക്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ആ ടേബിള് ഇവിടെ എഴുതുക എന്നുള്ളതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ G വരെ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ എഴുതുമ്പോൾ Hഉം Iയും ടോട്ടൽ കോസ്റ്റിനും ആനുവൽ ഡിപ്രീസിയേഷനും കൂടി ഒരു കോളം കൊടുക്കാൻ മറക്കരുത്. ക്വസ്റ്റ്യനിൽ A മുതൽ G വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ എക്സ്ട്രാ 2 കോളം കൂടി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ കോസ്റ്റാണ്. Hൽ വരുന്നത് ടോട്ടൽ കോസ്റ്റാണ്. ടോട്ടൽ കോസ്റ്റ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ സമ്മ്. H2 എന്ന് പറയുന്ന സെല്ല്, അതായത് ഇവിടെ ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. H2 = സമ്മ് പറഞ്ഞിട്ട് B2 മുതൽ E2 വരെ സെലക്ട് ചെയ്യാം. B2 മുതൽ E2 വരെ പ്ലസ് ചെയ്യുന്നതാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. B2 മുതൽ E2 വരെ. ഇനി നാലാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ആനുവൽ ഡിപ്രീസിയേഷൻ. ആനുവൽ ഡിപ്രീസിയേഷനാണ് പിന്നെ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് SLN മെത്തേഡാണ്. അപ്പോൾ I2, ഇത് I2 എന്ന് പറയുന്ന കോളമാണ്. ഇവിടെ I2 = SLN H2. H2 എന്ന് പറയുന്നത് കോസ്റ്റാണ്, കോമ F2 എന്ന് പറയുന്നത് സാൽവേജ്, കോമ G2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് SLN മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ്റെ പ്രൊസീജിയർ എഴുതേണ്ടത്.